ഇവിടെ ഹീറോയിന് കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷെ ആ സമയത്തായിരിക്കും ഹീറോയിന്റെ അമ്മ അവരോട് ആ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും ഹീറോയിനോട് പറയണ്ടെന്ന് പറയാണ്. ഇവളിനെ വിളിക്കാനായിട്ട് അവിടേക്കാണെങ്കിൽ ഹസ്ബൻഡിന്റെ ഏട്ടനും അനീതിയും വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇവർ അവിടെ നിന്ന് കാറി വരാൻ തുടങ്ങാണ്. പക്ഷെ ആ സമയത്ത് പോലും ഹീറോയിന്റെ അമ്മ പറഞ്ഞ പോലെ ഇവൾ ആ കുടുംബത്തിനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പോലും ഹസ്ബൻഡ് ഉത്തരം പറയുന്നുണ്ടാവില്ല. ഇങ്ങനെ ഹസ്ബൻഡ് സംസാരിക്കാത്തതുകൊണ്ട് തന്നെ ഇവൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ ചോദിക്കും. ആ സമയത്ത് ഡ്രൈവർ ആണെങ്കിൽ മുതലാളി എപ്പോഴും ഇതേപോലെയാണ്, ആരോടും അത്ര മിണ്ടില്ല. കൂടാതെ ഇവരുടെ കുടുംബം തന്നെ കുറെ ആചാരങ്ങൾ ഫോളോ ചെയ്യുന്ന കുടുംബമാണെന്ന് പറയാണ്. അതുകൂടാതെ ആ വീട്ടിൽ തന്നെ കൊണ്ടുപോയാന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഇവർക്ക് കിട്ടിയ ശേഷം അവർക്ക് ഇവരുടെ ഒരു ഏക്കർ ഉണ്ടായിരുന്ന 150 ഏക്കറായിട്ട് മാറിയെന്ന് പറയാണ്. പക്ഷെ ആ ദൈവത്തിന് മാത്രം കോപം വന്നാൽ പറയാൻ വരും. പക്ഷെ അപ്പോഴേക്കും ഹസ്ബൻഡ് ആണെങ്കിൽ ഞാൻ തോളി കവിച്ചാണ് സൈഡിലാക്കി വെക്കും. ഈ കഥകളെല്ലാം കേൾക്കുന്ന ഹീറോയിനെ ആണെങ്കിൽ ആ വീട് തന്നെ ഒരു മിസ്റ്റീരിയസ് ആയി പ്ലേസ് ആയി തോന്നുകയാണ്. അങ്ങനെ ഇവർ വീടെത്തിയത് ആചാരപ്പടി വലതുകാലത്ത് ഉള്ളിലേക്ക് വെക്കുകയാണ്. പക്ഷെ അതിന് അടുത്ത സെക്കൻഡ് ഇവന്റെ അച്ഛനോട് മയങ്ങി ഇവൾ സ്പോട്ട് ഔട്ട് ആവും. അപ്പൊ അവിടെയുള്ള ജോൾസിനെ ആണെങ്കിൽ ഇവളുടെ ജാതകം ഈ കുടുംബം സെറ്റ് ആവില്ലെന്ന് പറഞ്ഞില്ലെന്ന് പറയും. പക്ഷെ ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനെ വിട്ടുകൊടുക്കാതെ അവൾ സപ്പോർട്ട് സംസാരിക്കുകയാണ്. സോ ഹീറോയിന് നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് വിളിച്ച് പറയാണ്. പക്ഷെ ഇവരാണെങ്കിൽ ആ ബോഡി കത്തിക്കുമ്പോൾ ആരെയും വിളിച്ചിട്ടുണ്ടാവില്ല. അതും അമ്മയോട് ആശ്രയത്തോട് പറയാണ്. ആ സമയത്താണെങ്കിൽ ഇവളുടെ അമ്മ അങ്ങോട്ട് വരും. ആ ജോൾസൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കേണ്ട, നീ ഞങ്ങളുടെ മഹാലക്ഷ്മിയാണെന്ന് പറയാണ്. ഇന്നൊരു ദിവസം മാത്രം നീ എന്റെ മകളുടെ റൂമിൽ കിടന്നു, നാളെ നിങ്ങൾക്ക് ഫസ്റ്റ് നൈറ്റ് ആണെന്ന് പറയും. പക്ഷെ ഇവിടെ ആ റൂമിൽ പോയാൽ അവളാണെങ്കിൽ ഇവിടെ സംസാരിക്കുന്ന പോലും ഉണ്ടാവില്ല. സോ ഹീറോയിനും വെളിയിൽ വന്ന് നടക്കുകയാണ്. ആ സമയത്ത് അവിടെയുള്ള ജോലിക്കാരോട് ഇവളാണെങ്കിൽ ആ ബോഡി എന്തുകൊണ്ടാണ് ആരോടും പറയാതെ കത്തിച്ചു കളഞ്ഞു ചോദിക്കും. ആ സമയത്ത് ആ ജോലിക്കാരാണെങ്കിൽ ഇതാണ് ഈ വീടിന്റെ ആചാരം പറയാണ്. എന്നാൽ ആ ചടങ്ങിന് പോലും എന്തുകൊണ്ടാണ് എന്റെ ഹസ്ബൻഡിന്റെ ഏട്ടന്റെ വൈഫ് പോലും വന്നിട്ടില്ല ചോദിക്കും. അതിന് ഷോക്കിംഗ് ആയിട്ട് ഈ വീട്ടിൽ ആദ്യം മരിച്ചത് തന്നെ അവളാണെന്ന് പറയാണ്. അവളുടെ പേര് പുഷ്പവല്ലിയാണെന്നും പറയും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഹീറോയിനോട് ഇതുവരെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതിനുശേഷം ഇത് സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് നെക്സ്റ്റ് പാർട്ട് കമന്റ് ചെയ്യുക.